Yo, hello guys, welcome back to Extra Games. Guys, അപ്പോൾ നമ്മൾ പിന്നെ ഒരു 5-6 വീഡിയോ ഇട്ടിട്ട് നമ്മൾ സീസൺ ഇപ്പോൾ 6 സീസൺ മാറും. അയ്യോ ഇപ്രാവശ്യം ലൈക്ക് മാസ്റ്റർ അടിക്കാമെന്നാണ് വിചാരിക്കണേ. 80 സ്റ്റാർ എത്തിച്ചിരുന്നു. ഒരു 20 സ്റ്റാറും കൂടി 20 സ്റ്റാറും കൊടുപ്പിച്ചാൽ സെറ്റ്. 20 സ്റ്റാർ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ കളിക്കാൻ പോണേ. പിന്നെ ഗൈസ് എന്തോ പറയാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് കളിയൊന്ന് തുടങ്ങാം. ഇതാണ് ഞാൻ പറഞ്ഞ പഴയ അക്കൗണ്ട്. ഇപ്പോൾ ഇത് നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം കിട്ടിയതാണ്. ഇപ്പോൾ ഇതാണ് കളിക്കുന്നത്. കിട്ടുമ്പോൾ 66 സ്റ്റാർ അത്രയൊക്കെ ഉണ്ടായിരുന്നു. 64 സ്റ്റാർ നമ്മൾ കളിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ പഴയ അക്കൗണ്ടിൽ നമ്മൾ 64 സ്റ്റാർ ആയിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതിന് 64 സ്റ്റാർ ഉണ്ടായിരുന്ന പഴയ അക്കൗണ്ടിലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് ഹാക്കായി പോയ മാതിരി പോയതായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ ഒന്നും കിട്ടി. ഈ അക്കൗണ്ട് കുറേ കാലം തിരിച്ചിട്ടില്ല. അങ്ങനെ അവസാനം അയ്യോ ആ അക്കൗണ്ട് തിരിച്ച് കിട്ടി. എങ്ങനെയൊക്കെയോ വെറുതെ ഇരുന്ന് ശ്രമിച്ച് നോക്കിയത്. അപ്പോൾ കിട്ടി. അപ്പോൾ ആരോ കളിക്കണ്ടായിരുന്നില്ല. ഈ കളി ക്യാൻസലായി പോയല്ലോ. ഇനി കളിക്കാം. ഇതിൽ അത്യാവശ്യം കളക്ഷനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് അക്കൗണ്ട് കിട്ടിയപ്പോൾ ഇത് 900 ഡയമണ്ടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് കറക്കിയില്ലേ. മറ്റേ എന്താ ഇവ വോൾട്ടിലാണ് ഇറക്കി. നമുക്ക് മറ്റേ ഗ്രോസയാണ് എടുത്തത്. ഓൾറെഡി ഫാമാസിൻ്റെയും ബട്ടർഫ്ലൈൻ്റെയും ഇവ ഉണ്ടായിരുന്നു. പ്ലസ് നമ്മൾ സ്പിന്നെടുത്ത് ഗ്രോസയും കിട്ടി. അധികം ഹെഡ് ഷോട്ട് പ്രതീക്ഷിക്കരുത്. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഹെഡ് ഷോട്ടറല്ല, നമ്മൾ മറ്റേ ഇങ്ങനെ അടിച്ചുപൊളി അല്ലേ അടിക്കുന്നത്. ഉണ്ടോ ഇടയ്ക്ക് കുറച്ച് ഹെഡൊക്കെ കയറും. ഹെഡ് അടിക്കാനുള്ള കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനാണെങ്കിൽ ഒരുമാതിരി അവിടെ നിന്റെ ഹെഡ് അടിച്ചാലോ ഇറങ്ങണമെന്നുള്ള കാര്യ. അങ്ങോട്ട് കയറി പോയി അങ്ങ് അടിച്ചാലോ. അയ്യടാ ആ കില്ല് ചാമ്പി. എത്ര ഹെഡ് അടിച്ചാ? നമ്മളാണ് MVP. 5 സ്റ്റാർ അങ്ങ് കൂട്ടി 95 അല്ല 85 എത്തിക്കണം. അയ്യോ ഇനിയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടും. ഇനി നമ്മളിങ്ങനെ ലേറ്റ് ആവില്ല കേട്ടോ. ഉറപ്പായിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എന്താ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ നമ്മൾ വീഡിയോ കണക്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് സഹായമായിക്കോട്ടെ എന്ന് എഴുതി. ഒരുത്തനെ കാണാനുണ്ടോ? അവൻ ഇങ്ങോട്ട് വരാനുള്ളതാണോ അതോ അങ്ങനെ മേലേക്ക് കയറി പോവുക? അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അടിയിട്ടാനുള്ള ചാൻസ് അത്യാവശ്യം ഉണ്ട്. എന്നാലും കയറി തന്നെ ഹെഡന്നെ അടിച്ച്. പക്ഷെ ഇടയിലായി പോയി. ആ റൗണ്ട് കഴിഞ്ഞ് അയ്യോ നമ്മളിങ്ങനെ ഹെഡ്ഷോട്ട് അടിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ ഞായറാഴ്ച നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. വെച്ചാൽ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് ഹെഡ് ഷോട്ടറാണ് നമ്മുടെ ഡാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ജാസിം. അവൻ്റെ ഒപ്പം ഇങ്ങനെ റൂം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ്റെ ഒപ്പം കളിക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്ത് ഇടണമെന്ന് അപ്പം വിചാരിച്ചു. പക്ഷെ കളിക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യാൻ ഓർമ്മ ഉണ്ടായില്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇല്ലെങ്കിൽ നമ്മൾ മാത്രമല്ല, നമ്മൾ മറ്റേ സിൻസാനിൽ ഫാറൂഖിൻ്റെ ഒപ്പം പിന്നെ എൻ്റെ അനിയൻ എന്താ ഇപ്പോൾ പേര് മാറ്റി DT വില്ലെന്നാക്കിയിട്ടുണ്ട്. നമ്മുടെ ഗിൽഡ് ഡിവൈൻ ടൈറ്റ് എന്ന പേര്. അപ്പോൾ അതിൻ്റെ തുറക്കുന്നത്
കുറച്ച് AKGനെ കുറച്ച് കോപ്പി അടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പേരിൻ്റെ തുടക്കത്തിൽ വരാൻ വേണ്ടി മാത്രം. അവൻ ആദ്യം DT വില്ലെന്നിടാൻ നിന്നായിരുന്നു. അപ്പോൾ മറ്റേ TL വില്ലനെ മാതിരി ആയി പോകും പറഞ്ഞിട്ട് ഇടാണ്ടെന്ന അങ്ങ് അടിച്ച് പൊളിച്ചിടാൻ പോണേ. പഠിച്ചിടും. അയ്യേ, അത് വേറെ ആരോ കൊണ്ടുപോയി. ഏതായാലും ആ സ്കാർ നമുക്ക് എടുക്കാം. ഗൈസ്, ആർക്കെങ്കിലും ഈ ഹെഡ് ഷോട്ട് ടിപ്സ് നമുക്ക് അറിയെങ്കിൽ ഏതെങ്കിലും വീഡിയോസ് അറിയെങ്കിൽ ഒന്ന് താഴെ അനുസരിച്ചില്ല. എന്നുവെച്ചാൽ നമുക്ക് ഹെഡ് ഷോട്ടൊന്നും അടിക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അപ്ഗ്രേഡ് നിൽക്കണ്ടല്ലോ. ഇത് നമ്മുടെ ഫേവറേറ്റ് സൈഡാണ് ഗൈസ്. പക്ഷെ ചിലപ്പോൾ ചാവലുണ്ട്. 6% ചാവൂല. എന്നുവെച്ചാൽ അത്രയും വലിയ കുഴപ്പമില്ല. നമ്മൾ ഏതായാലും ജയിക്കും. അങ്ങനെ അവനും കഴിഞ്ഞ് ഇനി അടുത്ത് എവിടെയോ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കൊണ്ട്. കളിയും കഴിഞ്ഞു. ഈസി പോയ 6 മിനിറ്റായി. കുറച്ചും കൂടി നീട്ടണമെന്ന് വെച്ചാൽ നീട്ടിടണ്ടല്ലേ. നമുക്കിങ്ങനെ ഓരോരോ പാർട്ടായിട്ട് ഇടാം. 5 ബൂയ സ്ട്രീക്ക് അടിച്ച് ഗൈസ്. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് അടിപൊളിയാക്കി വിട്ടുക. നമ്മൾ ഇപ്പോൾ വീട്ടിലൊറ്റയ്ക്കാണുള്ളത്. അനിയനൊക്കെ വന്നതിന് ശേഷം നമ്മൾ അവൻ്റെ കൂടെ വീഡിയോ ഇടും. ഫാറൂഖൊക്കെ വരും. അപ്പോൾ സ്പോടായിട്ട് വരിക. അപ്പോൾ ഗൈസ്, ബൈ.